ഹലോ, ഓണച്ചിത്രമായി ആഷിഖ് ഉസ്മാൻ, ഫഹദ് ഫാസിൽ, കല്യാണി പ്രിയദർശൻ സിനിമ വരുന്നുണ്ട്. ഓടും കുതിര ചാടും കുതിര. അൽത്താഫ് സലീമാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ട്രെയിലർ ഇന്ന് റിലീസായിട്ടുണ്ട്. നമുക്ക് ഡയറക്റ്റ് ട്രെയിലറിലേക്ക് പോവാം. ഞാൻ വീണ്ടും സ്വപ്നം കണ്ടു. ആ കിണ്ണം കാച്ച വെളുത്ത് തൊടുത്ത് നല്ല അലുവ കഷ്ണം പോലൊരു ഉദരം. ഇറ്റ് വാസ് സോ ഡ്രീമി. കുതിരടാനും പറഞ്ഞായിരുന്നു എന്റെ അടുത്ത്. എന്ത് കുതിര കിട്ടിയില്ലേ അനുരാജ്? എടാ മണ്ടാ, സംസാരിച്ച് വെറുപ്പിക്കാതെ ഡീല് നോക്കിയടാ. അവക്ക് ചെറിയ വട്ടല്ലോ, മുഴുവട്ട്. വിഷയം റൊമാൻസ് ആയതുകൊണ്ട് ഞാൻ അതിന്റെ ഉള്ളറകളിലേക്കൊന്നും പോകുന്നില്ല. പ്രണയത്തിന്റെ ആദ്യ തുടിപ്പുകളാണത്. റൊമാൻസ് ആണ്, റൊമാൻസ്. എന്താ എന്താ റൊമാൻസ് സ്റ്റാർട്ടറായിട്ട് ഇങ്ങനെ പോട്ടെ. പട്ട് പകരു അനുരാജ്. എന്തൊക്കെ പറയുന്നത്? എന്നെ ഇപ്പൊ കണ്ട രൺബീർ കപൂറിനെ. രൺബീർ കപൂറായിട്ടുണ്ട്. എന്റെ രണ്ട് കണ്ണുകൾ കുഞ്ഞ് വിശ്രമമില്ലേ? Down the lane, searching for you. Gotta skip on my bed. Come to me, shawty. You fall on my battery. ഈ ചാർലി സിനിമയ്ക്കകത്ത് ദുൽഖർ ഒരു കുതിരയുടെ പുറകെ ഇങ്ങനെ ഓടത്തില്ലേ? അന്ന് റണ്ണറപ്പായ കുതിര ഏത്? അപ്പോൾ മൊത്തത്തിൽ ഗൈസ് എങ്ങനെയുണ്ട്? മൊത്തത്തിലൊരു എൻ്റർടൈനിങ് വൈബായിട്ടാണ് എനിക്ക് തോന്നിയത്, കളർഫുള്ളായിട്ട്. പിന്നെ ഒരു ഡ്രീമി സിറ്റുവേഷനൊക്കെ പറയുന്നുണ്ട്, ഒരു ഹോഴ്സ് റൈഡ് അങ്ങനെയുള്ളത്. പിന്നെ കല്യാണി പ്രിയദർശൻ്റെ രണ്ടാമത്തെ മൂവിയാണ് ഇത്. ലോക്കായും ഓണത്തിനാണ് റിലീസാവുന്നത്. അപ്പോൾ നല്ല ലൈനപ്പാണ് ഈ ഓണത്തിന്. ഹീറോസ് ഇപ്പോൾ ഫഹദ്, ലാലേട്ടൻ, ഇവരൊക്കെ, നസ്ലേനൊക്കെ ഇറങ്ങുന്നുണ്ട്. കല്യാണി 2 സിനിമകളിലുണ്ട്. അപ്പോൾ ഓണം കളർഫുൾ ആക്കാനുള്ള എല്ലാം ഉണ്ട്. പിന്നെ ഞണ്ടുകളുടെ നാട്ടിൽ ഇടവേള അതേ മേക്കേഴ്സാണ്. അപ്പോൾ നമുക്കറിയാം ആ ഒരു സിനിമ ഒരു ബ്രീസി ആയിട്ടുള്ള ഒരു എന്താണ് ഫാമിലി വാല്യൂസും അങ്ങനെയൊക്കെ ആയിട്ട് വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നു. മ്യൂസിക്കിന് അതിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ സിനിമയിൽ മ്യൂസിക്കിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് തോന്നുന്നു. കളർഫുള്ളായ വിഷ്വൽസ് ആണ്. പിന്നെ അതിനിടെ കന്നഡ എന്തോ സംസാരിക്കുന്നുണ്ട്, ബാംഗ്ലൂർ സെറ്റ് ചെയ്ത പോലെ തോന്നുന്നുണ്ട് ചില സീനുകൾ. എന്തായാലും ഇതിനകത്ത് നമ്മൾ ഈ ട്രെയിലർ ഇവർ തമ്മിലുള്ള റിലേഷൻ ഉണ്ട്, പക്ഷെ അതിനകത്തൊരു ഓട്ടവും ചാട്ടവും എന്തോ ഒരു ചെറിയ ത്രില്ലർ സ്വഭാവമുണ്ട്. ഒരു ഡ്രീമി സീക്വൽസ് കാണിക്കുന്നുണ്ട് അതിനകത്ത്. കുതിര എന്ന ഈ പേരിൽ മാത്രമാണോ കുതിര എത്രത്തോളം ഈ കഥയിൽ ഇമ്പോർട്ടൻ്റ് ആവും, അങ്ങനെ ഒരു ട്രെയിലർ എങ്ങനെ വേണം ആ രീതിയിൽ ചെയ്തിട്ടുണ്ട്. കാരണം ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് കുറേ ഊഹിക്കാറുണ്ടെന്നല്ലാതെ ഒരുപാട് റിലീവിങ് അല്ലാത്തൊരു നല്ലൊരു ട്രെയിലറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഓണം എന്താണ് കോമ്പറ്റീഷനുകൾ കൊഴുക്കുകയാണ്. അതിനകത്തേക്ക് ഫഹദും കൂടെ വന്നപ്പോൾ ഓണം കളർഫുൾ ആക്കാനുള്ള എല്ലാം ഉണ്ട്. മൊത്തത്തിൽ അൽത്താഫിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുക, അൽത്താഫിൻ്റെ ഒരു ക്യാരക്ടേഴ്സ് ചെയ്യുന്ന പോലെ ഒരു വൺ ലൈനേഴ്സ് കോമഡി, സിറ്റുവേഷണൽ കോമഡീസ് ഉണ്ടാവും, കളർഫുള്ളായ വിഷ്വൽസ് ഉണ്ടാവും. പിന്നെ ആഷിഖ് ഉസ്മാൻ ആയതുകൊണ്ട് തന്നെ ആ ഒരു പ്രൊഡക്റ്റ് ക്വാളിറ്റി നമ്മൾ സംശയിക്കേണ്ട കാര്യമില്ല. എല്ലാം കൊണ്ടും നല്ലൊരു സിനിമയാവട്ടെ ഓടും കുതിര ചാടും കുതിര എന്ന് നമുക്ക് ആശംസിക്കാം. എങ്ങനെയുണ്ടായിരുന്നു ട്രെയിലർ? നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്തു? കമൻറ്റ് ചെയ്യുമല്ലോ. താങ്ക് യു.